ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? സഹനം എന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മീയ മനുഷ്യർ ചെറിയ ക്ലേശങ്ങൾ പോലും ക്ഷമയോടെ സഹിക്കാൻ പരിശ്രമിക്കണം. ആളും തരവും നോക്കിയല്ല ക്ഷമിക്കേണ്ടത്. നിന്നേക്കാൾ കഷ്ടത അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിക്കുന്നവരുമായി ധാരാളം പേരുണ്ട് എന്നതിനെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കുക. അപ്പോൾ നിനക്ക് മനസ്സിലാകും നിന്റെ കഷ്ടതകൾ എത്ര നിസ്സാരമാണെന്ന്. എനിക്ക് ഇത്രയേറെയൊന്നും ക്ഷമിക്കാൻ പറ്റുകയില്ല, ഇങ്ങനെ നീ ഒരിക്കലും പറയരുത്. നിനക്ക് ക്ഷമിക്കാൻ ഒരു പരിധി നീ വെക്കേണ്ട ആവശ്യമില്ല. ദൈവം നിനക്ക് തീർച്ചയായും ക്ലേശങ്ങളിൽ ക്ഷമ അഭ്യസിക്കാനുള്ള കൃപ തരും. നിന്നെ ദ്രോഹിച്ചത് ആരാണ് എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. വളരെ തിന്മയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിന്നെ ദ്രോഹിച്ചതെങ്കിലും നിനക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് സാക്ഷാൽ ക്ഷമാശീലനാണോ നീ എന്നറിയാനുള്ള മാർഗം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുനാമത്തെ പ്രതി ക്ലേശങ്ങൾ ക്ഷമാപൂർവ്വം സഹിക്കാനുള്ള കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക്